മൈ സ്കൂട്ടർ വേൾഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബജാജിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 2023 ലോഞ്ച് ചെയ്ത 2024 ഇപ്പോൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്ന CT 125X എന്നുള്ള മോഡലിനെ കുറിച്ചാണ്. ഇത് 2024 മോഡലാണ്. ഇന്ന് ജനുവരി 13 2024 മോഡലാണ് ഈ വാഹനം. ഇതിൽ കുറച്ച് 2024 മോഡൽ വന്നപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്നും ഈ വാഹനത്തിന് ഓൺ റോഡ് എന്ത് കോസ്റ്റ് വരുന്നുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റോഡിൽ കേരളത്തിലെ റോഡിൽ ഈ വാഹനം യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ സ്കൂട്ടർ വേൾഡിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബ്ലാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നതാണ്. അപ്പോൾ CT സീരീസ് എന്ന് പറയുമ്പോൾ CT 100, CT 110X ഇപ്പോൾ 125X വരെ വന്നിട്ടുണ്ട്. മൈലേജിൻ്റെ രാജാക്കന്മാരാണ്. ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ള ബജാജിൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ 125Xൽ എന്തൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ വൈസർ വരുന്നത് മെറ്റലാണ്, ഫൈബർ മാറ്റി നല്ല ഹൈ ക്വാളിറ്റി മെറ്റൽ ഫിനിഷ് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ മോഡൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് കത്തിക്കിടക്കുമായിരുന്നു. ഇത് ആ കണ്ടീഷനല്ല. ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് കത്തിക്കിടക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഹെഡ്ലൈറ്റ് കത്തുന്നത്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഒരു ഗാർഡും ഒരു 2 കമ്പി വന്നേക്കുന്നുണ്ട്, ഗാർഡ് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനാണ്, നല്ല ഹൈലി ഫ്ലെക്സിബിളാണ്. അത്യാവശ്യം തട്ടും മുട്ടും ഏറ്റാലൊന്നും ഇൻഡിക്കേറ്ററൊന്നും സംഭവിക്കില്ല. നോർമൽ യെല്ലോ കളറ് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് വരുമ്പോൾ ഒരു കൊച്ചു ഹിമാലയൻ അല്ലെങ്കിൽ കൊച്ചു എക്സ്പൾസ് ഒക്കെ ഇരിക്കുന്ന പോലെയാണ് ഫീച്ചേഴ്സ്. 35mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് വരുന്നത്, വിത്ത് കവറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഡ്യുവൽ പിസ്റ്റണുള്ള ഡിസ്ക് ബ്രേക്കാണ് വാഹനത്തിന് വരുന്നത്. കോമ്പി ബ്രേക്ക് സപ്പോർട്ടും വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷനിൽ നോർമലി ഉള്ള റിഫ്ലക്ടർ വരുന്നുണ്ട്. മഡ് ഗാർഡ് വരുന്ന ഹെവി ക്വാളിറ്റി മെറ്റൽ ആണ്, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ സെറ്റപ്പ് മഡ് ഗാർഡാണ് വരുന്നത്. വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാഡിന് കുറച്ച് ലൈഫ് കിട്ടും. അലോയ് വീൽസ് വരുന്നതും 17 ഇഞ്ച് തന്നെയാണ്. ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ലെഗ് ഗാർഡ് വളരെ ഹെവിയാണ്. അത് കൂടാണ്ട് ഒരു റബ്ബറിൻ്റെ ഗാർഡും അതിന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെവി മെറ്റലിലുള്ള നല്ലൊരു അടിപൊളി എൻജിൻ കവറും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നല്ല സ്ട്രോങ് ആണ്. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ പക്ക സേഫ് ആയിരിക്കും. ന്യൂ ജനറേഷൻ ബൈക്സിന് വരുന്ന പോലുള്ള ബ്രേക്ക് ലിവറുമാണ് വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി ഗ്രാഫിക്സും സൈഡിൽ നിന്നുള്ള അപ്പിയറൻസും നന്നായിട്ട് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആണ് ബോഡി ഗ്രാഫിക്സിൽ വരുന്നത്. കണ്ട 3 സ്പോക്ക് വന്നേക്കുന്നുണ്ട്. അതെല്ലാം ഈ 2024 ഇറങ്ങിയ വണ്ടിയിൽ വരുന്നുണ്ട്. സൈഡ് കവറിലും പുതിയൊരു ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ ടാങ്ക് പാഡ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ റൈഡർ ആയാലും പാഷൻ പ്ലസ് ആയാലും ഒരു വണ്ടിക്കും ഇല്ല, ഇതിന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി E20 ഫ്യൂൽ സപ്പോർട്ടർ ആയിട്ടുള്ള സിസ്റ്റമാണ് ഇതിന് വരുന്നത്. അതായത് 20% എത്തനോളുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതിപ്പോൾ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല, കൽക്കട്ട ബോംബെയിലൊക്കെ വന്നിട്ടുണ്ട്. ക്രമേണ കേരളത്തിലും വരും. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ടിപ്പ്, ഹാൻഡിൽ ഗാർഡ് വരും. റബ്ബർ ആയാലും മെറ്റലായാലും ഹെവി ക്വാളിറ്റി ഐറ്റംസ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്വിച്ചസ് എല്ലാം മാറ്റ് ബ്ലാക്ക് കളറാണ്. ഇതാണ് പാസ് സ്വിച്ച്, ഹെഡ്ലൈറ്റിൻ്റെ ബട്ടണാണ് അതിൻ്റെ താഴെ കാണുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ച്. 125Xൻ്റെ ഹാൻഡിലും 110Xൻ്റെ ഹാൻഡിലും സെയിം തന്നെയാണ്. ആ ഹാൻഡിൽ റെഡ്യൂസർ അടക്കം വരുന്ന സെയിം ഹാൻഡിലാണ് യൂസ് ചെയ്യുന്നത്. 125X ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു USB സപ്പോർട്ട് കൂടെ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് വരുന്ന എൻഡ്യൂറൻസിൻ്റെ ഡിസ്ക് ബ്രേക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷനും എൻഡ്യൂറൻസിൻ്റെ തന്നെ നല്ല ഹെവി ക്വാളിറ്റിയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാകുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരും. ഇത്രയുമാണ് സ്വിച്ചസ് വരുന്നത്. ഇതിൻ്റെ മീറ്റർ കൺസോൾ പറയുകയാണെങ്കിൽ ഫുള്ളി അനലോഗ് മീറ്റർ കൺസോളാണ് വാഹനത്തിന് വരുന്നത്. ഫ്യൂൽ ഗേജും സ്പീഡോമീറ്റർ എല്ലാം അനലോഗാണ്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ വാർണിംഗ്, ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്ററിനെല്ലാം LED നോട്ടിഫിക്കേഷൻസ് അതിൽ കാണിക്കും. ടിപ്പിക്കലായിട്ടുള്ള ബജാജിൻ്റെ സാധാരണ വരുന്നൊരു കീ തന്നെയാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 124 cc എഞ്ചിനാണ് വരുന്നത്. 5 സ്പീഡ് ട്രാൻസ്മിഷൻ വരും. ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. 10.7 bhp പവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 11 Nm ടോർക്ക് പവറും പുള്ളിങ്ങും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റാണ് 125Xന്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 85 റേഞ്ച് മൈലേജ് എന്തായാലും വാഹനത്തിന് കിട്ടുന്നതാണ്. എൻജിൻ കാര്യങ്ങളെല്ലാം ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ വരുന്നത്, നല്ല ഹെവി ക്വാളിറ്റി ഗിയർ ലിവറാണ്. സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. അതായത് സ്റ്റാൻഡ് നമ്മൾ തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. മിഡിൽ സ്റ്റാൻഡ് വരും. പിന്നെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ OBD സെൻസർ. അതിൻ്റെ ഒരു PC പുറത്ത് കാറ്റലിക് കൺവെർട്ടറിലേക്ക് 125Xൻ്റെ ഈ സാരി ഗാർഡ്, അതുപോലെ തന്നെ ചെയിൻ കവറ്, സൈഡ് ഫുഡ് റെസ്റ്റിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഫുൾ മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അത് നല്ല ഹൈ ക്വാളിറ്റിയാണ്, പ്ലാറ്റിനത്തിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയാണ് വാഹനത്തിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വീതിയും നീളമുള്ള സീറ്റാണ് വരുന്നത്. അതിൽ ഓൾറെഡി അതിൻ്റെ ബാക്ക് സൈഡിൽ 125Xൻ്റെ സ്പെഷ്യൽ ബാഡ്ജിങ് ഉണ്ടാകും. രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം. അത് ലെതർ അപ്പോൾസറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഈ സെഗ്മെൻറ്റിൽ ഈ വാഹനത്തിന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ ഹെവി ക്വാളിറ്റിയാണ്. അത് ഫുള്ള് റബ്ബറിൻ്റെ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി കൊണ്ടുപോകാനുള്ള സപ്പോർട്ടും വരുന്നുണ്ട്. അത് സാധാരണ വണ്ടികളിൽ 2 ബോൾട്ട് ഇടുമ്പോൾ ഇതിന് 4 ബോൾട്ടിങ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും. ബാക്ക് സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് ഓൺ സ്പ്രിംഗ് ആണ്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അത് 3 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സൈലൻസർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറിൽ ഒരു സിൽവർ കോട്ടിങ് വരുന്നുണ്ട്. 2 സൈഡിലും സാരി ഗാർഡ് വരുന്നുണ്ട്. ഇതാണ് സ്പ്രിംഗ് ഓൺ സ്പ്രിംഗ് സസ്പെൻഷൻ. ഇത് 2 സ്പ്രിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് 3 പോയിൻ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനും ഹാർഡ് ആക്കാനും പറ്റും. ടയർ വരുന്നത് സിയറ്റിൻ്റെ ടയറാണ് വരുന്നത്. ബാക്ക് സൈഡ് ടയറിന് കുറച്ചുകൂടി വണ്ണം ഉണ്ടാവും ഫ്രണ്ട് ടയറിനേക്കാളും. ബാക്ക് സൈഡ് ബ്രേക്ക് വരുന്നത് 130 mm ഡ്രം ബ്രേക്ക് തന്നെയാണ്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. സിങ്കാമോ വരുന്നത് നോർമൽ മെറ്റൽ സിങ്കാമോ ആണ്. ഇതതിൻ്റെ ഗാർഡാണ് വരുന്നത്. ക്ലിയറൻസ് ഏകദേശം 185ഓളം ക്ലിയറൻസ് വരുന്നുണ്ട്. കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും അവൈലബിൾ ആണ് വാഹനത്തിന്. 2024 മോഡലായപ്പോൾ കാർബറേറ്റർ എടുത്ത് മാറ്റി ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ 2.5 ലിറ്റർ പെട്രോൾ നമ്മുടെ വാഹനത്തിൽ എന്തായാലും നിങ്ങൾ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ വാഹനം ഫ്യൂൽ പമ്പ് കംപ്ലൈൻ്റ് ആവാനും ബാക്കി പ്രശ്നങ്ങൾ വരാനും മിസ്സിങ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാനുണ്ടോ? ഡിസ്കവറൊക്കെ പറയില്ലട്ടോ. കാല് എത്തിക്കണോ? നീ സ്റ്റാൻഡ് ഇട്ടിട്ട് കറക്റ്റായിട്ട് നിന്ന് സ്റ്റാൻഡ് തട്ടി പൊക്കമുണ്ടല്ലോ കുറച്ച്. 810 mm ആണ് അതിൻ്റെ സീറ്റിന് മേളിലേക്കുള്ള ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഒരു 5'4" മിനിമം ഹൈറ്റ് വേണം. 5'2" ആണെങ്കിൽ കുറച്ച് കാലൊന്ന് താത്തി എത്തിച്ചവിട്ടേണ്ടി വരും. 5 താഴേക്കാണെങ്കിൽ പ്രശ്നമാവും, കാല് താഴെത്താൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഇതൊക്കെയാണ് CT 125Xൻ്റെ ലേറ്റസ്റ്റ് മോഡലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വാഹനം നമ്മളുടെ റോഡിൽ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭൂമിയോട് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ കൂടുതലും മെറ്റൽ പാർട്സാണ്. ഇപ്പോൾ അതിൻ്റെ ചെയിൻ കവർ, മഡ് ഗാർഡ് എല്ലാം ഇപ്പോൾ പ്ലാറ്റിനം എടുത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഫൈബറാണ് വരിക. ഇതിനെല്ലാം മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എത്ര സ്ട്രോങ് ആയിട്ട് കാണിക്കാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ മൗണ്ടിങ്, സിങ്കാം, ഫുഡ് റെസ്റ്റിൻ്റെ കമ്പികൾ, അതുപോലെ തന്നെ 2 സൈഡിലെ സാരി കട എല്ലാം മെറ്റലാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ 6 മാസം മഴയും 6 മാസം വെയിലുമാണ്. കൂടുതൽ ചെളി ഒക്കെ വണ്ടിയിൽ പിടിച്ചിരിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ജലാംശമുള്ള നാടുകളാണ്. അപ്പോൾ കൂടുതൽ എയറിൽ കൂടുതൽ എന്താ പറയുക മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ ഈ ചെളിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ അത് പിന്നെ റിയാക്ഷൻ വന്നിട്ട് തുരുമ്പാവാനും, തുരുമ്പിരുന്ന് ഒടിഞ്ഞു പോയി അല്ലെങ്കിൽ ദ്രവിച്ചു പോയി കംപ്ലൈൻറ്റ് ആവാനും വളരെയധികം ചാൻസ് ഉള്ള ഒരു നാടാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ വാഹനം നന്നായിട്ട് തുടച്ച് വൃത്തിയായിട്ട്, അധികം ചെളിയൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ ചെളി കാര്യങ്ങളൊക്കെ വാഹനങ്ങളിൽ ഇരിക്കാതെ ശ്രദ്ധിക്കുക. തുടച്ച് വൃത്തിയായിട്ട് കഴുകിയൊക്കെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ 1500-2000 ഇടയിൽ തന്നെ എഞ്ചിൻ ഓയിൽ മാറുക. നമ്മുടെ എഞ്ചിൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് വളരെയധികം ബമ്പിയാണ്. ഇതെല്ലാം ഡ്യുവൽ സ്പ്രിങ് സസ്പെൻഷൻ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ റോഡിൻ്റെയാണ്. അധികം ബമ്പുകൾ ചവിട്ടി എടുക്കുക എന്ന് വെച്ചാൽ സ്ലോ ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ഉള്ളിൽ സ്പ്രിങ്ങൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം കോസ്റ്റ് വരുന്ന കാര്യങ്ങളാണ് അവയെല്ലാം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സർവീസ് സ്പെയർ എല്ലാം എല്ലായിടത്തും അവൈലബിൾ ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്. വില പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.10 താഴെ 1.6 അടുത്ത് വരുന്നുള്ളൂ ഓൺ റോഡ് കോസ്റ്റ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ടേക്ക് കെയർ. ബൈ ബൈ.